ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ മിസ്സാക്കാനേ പാടില്ല. അപ്പം നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഓൺലൈനായിട്ട് പ്ലാന്റ് മേടിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. തികച്ചും ഫ്രോഡായിട്ടുള്ള ഒരാളെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും ഈ വീഡിയോ മിസ്സാക്കാനേ പാടില്ല. എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടിരിക്കണം. ഈ അഗ്രോഗ്രീൻ്റെ ഈ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 95.2K സബ്സ്ക്രൈബറും 1.3K വീഡിയോസും ഇയാൾക്കുണ്ട്. ഇയാളാണെങ്കിൽ വളരെ കുറഞ്ഞ വിലയിൽ കൊൽക്കട്ടയിലെ പ്ലാന്റ്സ് ആണ് എന്നും പറഞ്ഞാണ് സെയിൽ ചെയ്യുന്നത്. 85-നും 95-നൊക്കെയാണ് അടീനിയും സെയിൽ ചെയ്യുന്നത്. അതും 5 പ്ലാന്റ് എടുത്താൽ 1 പ്ലാന്റ് ഫ്രീ, 10 പ്ലാന്റ് എടുത്താൽ 2 പ്ലാന്റ് ഫ്രീ, 15 പ്ലാന്റ് എടുത്താൽ 3 പ്ലാന്റ് ഫ്രീ, 20 പ്ലാന്റ് എടുത്താൽ 4 പ്ലാന്റ് ഫ്രീ. അങ്ങനെയൊക്കെയാണ് അയാൾ സെയിൽ ചെയ്യുന്നത്. അതും വളരെ ചീപ്പ് വിലയും കൂടെ ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഓർഡർ ചെയ്യുന്നത്. വെറും പറ്റിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ട്രാക്കിംഗ് ഐ ഡി ഒക്കെ അയച്ചു കൊടുക്കുന്നത്, അതും വെറും ഫേക്ക് ആയിട്ടുള്ള ട്രാക്കിംഗ് ഐ ഡിയാണ് അയച്ചു കൊടുക്കുന്നത്. നമ്മൾ പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരൂല, ഒന്നും തരൂല. പിന്നെ അയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കണക്കാണ് പെരുമാറുന്ന. ഇയാൾക്ക് 700 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പിൽ ആഡാവാത്ത ഇനിയും ആൾക്കാർ കാണും. അപ്പോൾ അവർക്കും ഇതുപോലെ സെയിം ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇതെല്ലാവരിലും ഷെയർ ചെയ്യുക. അപ്പോൾ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അയാൾക്കാണെങ്കിൽ 600 രൂപയുടെ പ്ലാൻസ് അയാൾ മേടിച്ച് ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുത്തു. അതാണെങ്കിൽ കോയമ്പത്തൂർ വരെ എത്തി. പിന്നെ ട്രാക്കിംഗ് ഐ ഡി ഫെയിൽ എന്നാണ് കാണിക്കുന്നത്. പിന്നെ ട്രാക്കിംഗ് ഐ ഡി കാണിക്കുന്നില്ല. അപ്പോൾ അതുപോലെയാണ് പലരുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഇയാളുടെ നിന്ന് പ്ലാൻ മേടിക്കരുത്. ചാനലിൽ കയറി റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 85 രൂപയുടെ 10 പ്ലാന്റ് 200 രൂപ CC ആണ് അയാൾ എൻ്റെ നിന്ന് മേടിച്ചത്. എന്നിട്ടിപ്പോൾ നോക്കിയാണ് ഒരു പ്ലാന്റും ഇല്ല, എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ പോയി. അപ്പോൾ ഞാൻ എന്തായാലും കേസ് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറേ മെസ്സേജ് അയച്ച് എല്ലാ മെസ്സേജും കാണുന്നുണ്ട്, പക്ഷെ ഒന്നിനും റിപ്ലൈ ഇല്ല. ഇതുപോലെ ആയിരിക്കും എല്ലാവരുടെയും അവസ്ഥ. ആർക്കും ഇനി ഒരു അബദ്ധവും വരരുത്. ആരും ഒരു കാരണവശാലും ഇതുപോലെ അടീനവും ബൊഗെയിൻ വില്ല ഇയാൾക്ക് സെയിലുണ്ട്, അതൊന്നും മേടിക്കാനേ പാടില്ല. അയാൾ കിടന്ന് മെസ്സേജ് അയച്ച് ഉപദ്രവിച്ചപ്പോൾ അയാൾ അയച്ചു കൊടുത്ത പ്ലാൻസ് ആണ്. അപ്പോൾ പ്ലാന്റ് ക്വാളിറ്റി കാണുമ്പോഴേ നിങ്ങൾക്കറിയാം വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ് അയച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അയാൾ കമൻറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, ട്രാക്കിംഗ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ അതെൻ്റെ തെറ്റല്ല എന്ന് പറയുന്ന രീതിയാണ് അയാൾക്കുള്ളത്. അയാൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കണക്കത്തുള്ള പെരുമാറ്റമാണ് അയാളും കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും ഒന്നും മേടിക്കാൻ പാടില്ല. അതും നിങ്ങളിനി മേടിക്കുകയാണ്, ഒരു ഓൺലൈനായിട്ട് ഒരു സെല്ലറിൻ്റെ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഉറപ്പായി അവരുടെ കുറേ വീഡിയോസ് കാണുകയും വേണം. അവർ കമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം അയാൾ ഒറിജിനലാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്യാവുള്ളൂ. ഞാൻ എന്തായാലും ഇനി കേസ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. കാരണം 1050 രൂപ എന്ന് പറഞ്ഞാൽ വെറുതെ കിട്ടുന്ന ഒരു തുകയല്ല. ഇതുപോലെ ഒരുപാട് പേര് അയാൾ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അവരുടെ പൈസ തിരിച്ച് മേടിക്കുക. അയാൾക്ക് മെസ്സേജ് അയച്ച് തരുമെങ്കിൽ തരട്ടെ. തരുമെന്ന് തോന്നുന്നില്ല, ഒട്ടും തരാൻ പോകില്ല. ഞാൻ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലും അയാൾ തരാൻ പോകില്ല. അപ്പോൾ എല്ലാവരും കേസ് കൊടുക്കുക. നമ്മളെ പൈസ നമുക്ക് തിരിച്ച് കിട്ടണമല്ലോ. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വെറുതെ കൊടുക്കാനുള്ളതല്ല. ഇതുപോലെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ മറ്റേ ആളെ എന്നെ കോൺടാക്ട് ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ട് അയാളെ ഒരുപാട് ചേച്ചിമാരും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവർക്കെല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യാതെ ആ പൈസ പോട്ടെ എന്ന് കരുതി ഇരിക്കുന്ന കുറേ പേര് കാണും. അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്, അത് ഒരാൾക്ക് വെറുതെ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും കേസ് കൊടുക്കുക. കേസ് കൊടുത്ത് അയാളുടെ നിന്ന് പൈസ തിരിച്ച് മേടിക്കുക തന്നെ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ഒരു പ്ലാൻ സെല്ലറാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരുടെ കമൻറ്റ്സ് ഓൺ ആയിരിക്കും. കമൻസിൽ നല്ല റിവ്യൂസും എല്ലാം ആൾക്കാർ ഇടുന്നുണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ട് മാത്രമേ ഇനി ഒരു പ്ലാന്റ് സെല്ലറിൽ നിന്ന് പ്ലാന്റ് മേടിക്കാവൂ. അപ്പോൾ അത്രേ ഉള്ളൂ.